നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ തള്ളി താലിബാൻ ഭരണകൂടം. കാലപ്പഴക്കം ചെന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ സേവനങ്ങളിൽ തടസ്സം നേരിടുന്നതെന്നും അനാവശ്യമായ കിംവദന്തികൾ പ്രചരിപ്പിക്കരുതെന്നും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി നിലച്ചിരുന്നു. അധാർമികമായ പ്രവർത്തികൾ തടയുന്നതിന്റെ ഭാഗമായി താലിബാൻ നേതാവ് ഹിബത്തുള്ള അഖുൻസദയുടെ ഉത്തരവ് മൂലമാണ് ഇത് സംഭവിച്ചെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് താലിബാൻ വക്താവിന്റെ പ്രതികരണം. ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും നിലവിലെ തടസ്സങ്ങൾ കേടുവന്ന കേബിളുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ എന്ന് സേവനം പുനഃസ്ഥാപിക്കുമെന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. വിദേശങ്ങളിൽ കഴിയുന്ന പല അഫ്ഗാൻ പൗരന്മാർക്കും നാട്ടിലുള്ള ബന്ധുക്കളുമായി ബന്ധം നിലനിർത്താൻ ഇന്റർനെറ്റ് നിർണായകമാണ്. ഇന്റർനെറ്റ് സേവനം നിലച്ചതോടെ ഇവരിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തതിന്റെ ആശങ്ക പലരും പങ്കുവച്ചിരുന്നു. നിലവിലെ സംഭവവികാസങ്ങൾ രാജ്യത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും സാമ്പത്തിക ഇടപാടുകളെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇന്റർനെറ്റ് നിരോധനമില്ലെന്ന് താലിബാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അധാർമികതയെ ചെറുക്കുന്നതിനായി നേതാവ് ഹൈബത്തുള്ള അഖുൻസാദയുടെ ഉത്തരവിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ മുമ്പ് ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചിരുന്നു. സെപ്റ്റംബർ 16 ദുരുപയോഗം തടയുന്നതിനായി വടക്കൻ പ്രവിശ്യയിൽ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടെന്ന് ബാൽഖ് പ്രവിശ്യ വക്താവ് സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം വടക്കൻ പ്രവിശ്യകളായ ബദാഖ്ഷൻ, തക്കാർ, തെക്കൻ പ്രവിശ്യകളായ ഹെൽമണ്ട്, നൻഗ്രഹാൻ എന്നിവിടങ്ങളിലും നിയന്ത്രണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം എല്ലാ മൊബൈൽ ഫോണുകൾക്കുമുള്ള 3G, 4G ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കുന്നതിന് താലിബാൻ ഒരാഴ്ചത്തെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഓൺലൈൻ ചാനലായ ടോലോ ന്യൂസ് ഈ ആഴ്ച ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. സദാചാര നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് താലിബാൻ രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചത് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇന്റർനെറ്റ് ഉപയോഗം അധാർമികമാണെന്നാണ് താലിബാന്റെ വിശദീകരണം. ഇതോടെ പുറംലോകവുമായി ബന്ധമില്ലാതെ പലരും വലഞ്ഞു. രാജ്യത്തെ ബാങ്കിംഗ്, വിമാന മേഖലകളെ അടക്കം ഇത് ബാധിച്ചു. തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു. ഇന്റർനെറ്റ് ഉപയോഗം അധാർമികമാണെന്ന് വിശദീകരിച്ചാണ് താലിബാൻ രാജ്യവ്യാപകമായി ഫൈബർ ഒപ്റ്റിക് സേവനങ്ങൾ വിച്ഛേദിച്ചത് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ആദ്യമായിട്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടത്. അതേസമയം തിങ്കളാഴ്ച മുതൽ രാജ്യത്തുടനീളം ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് വിച്ഛേദിച്ചേക്കാമെന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തങ്ങളുടെ ആഭ്യന്തരവും ബാഹ്യമായ ആശയവിനിമയങ്ങൾക്കായി മെസ്സേജിംഗ് ആപ്പുകളെയും സോഷ്യൽ മീഡിയയും വളരെയധികം ആശ്രയിക്കുന്ന താലിബാൻ ഭരണകൂടത്തിന്റെ നടപടി മറ്റ് രാജ്യങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനം ഇല്ലാതായതോടെ അഫ്ഗാൻ പൂർണ്ണമായും ഇരുട്ടിലായ അവസ്ഥയിൽ കൂടിയാണ്. ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ ആശയവിനിമയം നടത്താൻ മറ്റു വഴികളോ സംവിധാനങ്ങളോ ഇല്ല. ബാങ്കിംഗ് മേഖല, കസ്റ്റംസ്, വിമാന സർവീസുകൾ തുടങ്ങി രാജ്യത്തുടനീളമുള്ള മിക്ക സേവനങ്ങളെയും ഇത് സാരമായി തന്നെ ബാധിച്ചു. തങ്ങൾ നിരോധിച്ചിട്ടില്ല എന്ന് താലിബാൻ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് തന്നെയാണ് ചില വിവരങ്ങൾ. ഹിബത്തുള്ള അഖുൻസാദ ഉത്തരവിറക്കിയതിന് പിന്നാലെ ഈ മാസം ആദ്യം നിരവധി പ്രവിശ്യകളിൽ ഫൈബർ ഒപ്റ്റിക് കണക്ഷനുകൾ നഷ്ടപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സാധാരണ നിലയുടെ 14% താഴ്ന്നതായും രാജ്യവ്യാപകമായി ടെലികോം സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടതായും ഇന്റർനെറ്റ് ലഭ്യതയ്ക്കായി വാദിക്കുന്ന നെറ്റ് ബ്ലോക്ക് എന്ന സംഘടന അറിയിച്ചിരുന്നു. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഷട്ട് ഡൗൺ തുടരുമെന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ AFPയോട് പറഞ്ഞിരുന്നു. കണക്ഷൻ വിച്ഛേദിക്കാൻ പോവുകയാണ്. തിങ്കളാഴ്ച രാത്രിയോടെ ഇത് ഘട്ടം ഘട്ടമായി സംഭവിക്കും. 8000 മുതൽ 9000 വരെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ പ്രവർത്തനരഹിതമാകുമെന്നും പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയോടെ ഇയാൾ AFPയോട് പറഞ്ഞു. അതിനാൽ തന്നെ താലിബാൻ ഇപ്പോഴുള്ള വിശദീകരണം എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നും ചോദ്യങ്ങൾ ഉയരുന്നു. ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ടെലിഫോൺ സേവനങ്ങൾ പലപ്പോഴും ഇന്റർനെറ്റ് വഴിയാണ് ലഭ്യമാക്കിയിരുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്റർനെറ്റ് സേവനങ്ങൾ വേഗത കുറഞ്ഞിരുന്നു. പലയിടത്തും ഇടയ്ക്കിടെ പ്രവർത്തനം നിലച്ചിരുന്നു. US പിന്തുണയോടെ താലിബാനുമായി ഉണ്ടായിരുന്ന സർക്കാരുകൾ നിർമ്മിച്ച 9350 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൈബർ ഒപ്റ്റിക് ശൃംഖലയായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്.